ശ്രീ അരുൺകുമാർ, ഇപ്പോൾ കേരളത്തിലെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കം ഏറ്റവും കടുത്ത രാഷ്ട്രീയ പീഡനത്തിലൂടെ കടന്നുപോയിട്ടുള്ള കാലമാണത്. അതിൻ്റെ ഓർമ്മ ചുവപ്പുകൾ പേറുന്നവരാണ് CPM-ന്റെ നേതാക്കളടക്കം. നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഇരുന്നു കൊണ്ട് എങ്ങനെ പ്രതിഷേധിക്കാൻ കഴിയും സ്പീക്കർ ഈ നിലപാട് മുന്നോട്ട് വെക്കുന്ന സമയത്ത്? ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്തെ ഇങ്ങനെ നിലനിർത്തുന്നത്, ജനാധിപത്യ രാജ്യമായി നിലനിർത്തുന്നത് ഏറ്റവും ശക്തവും ദൃഢവുമായിട്ടുള്ള നമ്മുടെ ഭരണഘടനയാണ്. നമുക്കറിയാം, 2 വർഷവും 11 മാസവും 17 ദിവസം എടുത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഈ ഭരണഘടന 1949 നവംബർ മാസം 26 ഒപ്പിടുമ്പോഴും അത് ജനുവരി മാസം 26 1950 നടപ്പിൽ വരുമ്പോഴുമെല്ലാം ഈ ഭരണഘടനയുടെ പ്രത്യേകത കൊണ്ട് തന്നെയാണ് ഈ രാജ്യമായി നിലനിൽക്കുന്നത്. പക്ഷെ ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന നിരവധി സാഹചര്യങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ആർട്ടിക്കിൾ 352 എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്, ആർട്ടിക്കിൾ 356 എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 360 ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളും ഇവിടെ നടന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഭരണഘടനയെ ദുർബലപ്പെടുത്തിയത് 1957 ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടുന്നതാണ് അന്നത്തെ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്. പിന്നെ 1975 സാഹചര്യമുണ്ട്. ഇപ്പോൾ 50-ാം വർഷം അതിന്റെ ആചരണം നടക്കുകയാണ്. 352 പ്രകാരം ഭരണഘടനയെ ദുർബലപ്പെടുത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഭരണഘടനാപരമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഭരണഘടനയെ ദുർബലപ്പെടുത്തുന്ന നിരവധി സാഹചര്യങ്ങൾ ഉണ്ടാകുകയും അത് ഏറ്റവും ഗൗരവത്തോടെ രാജ്യം ചർച്ച ചെയ്യുകയും അതിനെതിരെ ജനവിധി എഴുതുകയും ചെയ്ത സാഹചര്യമെല്ലാം നാം കണ്ടിട്ടുണ്ട്. ഏതായാലും അത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ജനാധിപത്യ രാജ്യമാണല്ലോ, അത് ചർച്ച ചെയ്യപ്പെടണം. ഏതായാലും ഇന്ന് പാർലമെന്റിൽ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തരത്തിലും ഒരു ക്ലൂ കൊടുക്കാതെ അല്ലെങ്കിൽ അജണ്ടയിൽ പെടാതെ തന്നെ ഒരു പ്രമേയം എടുത്ത് അവതരിപ്പിക്കുക, അത് ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിൻ്റെതായിട്ടുള്ള ഒരു തീരുമാനവും നേരത്തെ അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഏതായാലും അടിയന്തരാവസ്ഥ ഗൗരവത്തോടെ അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചവർ എന്ന രൂപത്തിൽ ഞങ്ങൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളിലെല്ലാം ചർച്ച ചെയ്യാറുണ്ട്. അതിന്റെ ദൂഷ്യഫലങ്ങൾ വരും തലമുറയുടെ മുന്നിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. കാരണം ഇന്ത്യ എന്നാൽ ഇന്ദിരയും, ഇന്ദിര എന്നാൽ ഇന്ത്യയും എന്ന മുദ്രാവാക്യം ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടത് ഈ രാജ്യത്തിന്റെ ഏകാധിപത്യത്തിന്റെ നാളുകളാണ് എന്ന് ഞങ്ങൾ ഗൗരവത്തോടെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പൗരസ്വാതന്ത്ര്യവും അതുപോലെ മാധ്യമ സ്വാതന്ത്ര്യവും എല്ലാം നിഷേധിക്കപ്പെട്ടത്, വായെടുക്കാതെ പണിയെടുക്കണം എന്ന് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം, സംസാരിക്കാൻ പോയിട്ട് ശ്വാസം എടുക്കാൻ പോലും അനുവാദമില്ലാതെ പോയ 1975, 76, 77 കാലഘട്ടം, അതുപോലെ എഴുത്താണോ വേണ്ടത് അതോ കഴുത്താണോ വേണ്ടതെന്ന് ആദ്യം അന്ന് ചോദിച്ചത്, ആടുജീവിതവും അടിമ ജീവിതവും എല്ലാം ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം, നിർബന്ധിത വന്ധ്യംകരണം അടക്കം, അതുപോലെ തന്നെ ഇടിച്ചു നിരത്തലടക്കമുള്ള അടിയന്തരാവസ്ഥയുടെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമാണെങ്കിൽ ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ ഏറ്റവും ഏകപക്ഷികമായിട്ട് നടത്തുന്ന ഇടപെടലുകൾ, കാശ്മീരിനെ കീറി മുറിച്ചതായാലും, മുത്തലാഖ് പരിഷ്കരണ നിയമമായാലും, കാർഷിക പരിഷ്കരണമായാലും, പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തുന്നവരെ മുഴുവൻ പാർലമെന്റിൽ നിന്ന് പിടിച്ച് പുറത്താക്കുന്നതായാലും, പാർലമെന്റിൽ കൊണ്ടുപോയി ചെങ്കോല് സ്ഥാപിക്കുന്നതായാലും, ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിന്റെ സ്വരമുയർത്തിയാൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുന്നതും, ചെയ്ത കുറ്റം എന്താണെന്ന് പോലും അറിയാതെ ജയിൽവാസം അനുഭവിക്കേണ്ട സാഹചര്യം, നിരവധി ആളുകളെ കൊന്നൊടുക്കിയത്, നരേന്ദ്ര ദബോൽക്കറും ഗോവിന്ദ പൻസാരെ, M കൽബുർഗി, അതുപോലെ തന്നെ എഴുത്താണോ വേണ്ടത് അതോ കഴുത്താണോ വേണ്ടതെന്ന് പെരുമാൾ മുരുകൻ അടക്കമുള്ള എഴുത്തുകാരോട് ചോദിച്ച് അങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഭരണഘടനാപരമായി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ നടപ്പാക്കിയാലും ഭരണഘടനാപരമായി പ്രഖ്യാപിക്കാതെ അടിയന്തരാവസ്ഥ നടത്തിയാലും അത് സജീവമായിട്ട് ചർച്ചാ വിഷയമാക്കുവാനും അത്തരം സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇല്ലാതാക്കുവാനും ഇടതുപക്ഷം ശക്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്, ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ അത് പാർലമെന്റിൽ അജണ്ടയിൽ പോലും ഉൾപ്പെടുത്താതെ ഏതെങ്കിലും തരത്തിൽ അത് അവതരിപ്പിച്ചു അല്ലെങ്കിൽ ചർച്ച ചെയ്തു, ഒരു പ്രമേയം അവതരിപ്പിച്ചു എന്നതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഒരു ഐക്യനിര തകർക്കപ്പെടുന്ന സാഹചര്യമില്ല. അത് ചർച്ച ചെയ്യാനുള്ള വേദി ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായം കൃത്യമായി തന്നെ രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തി പോയിട്ടുള്ള ചരിത്രം തന്നെയാണ് ഈ രാജ്യത്തുള്ളത്. ഈ രാജ്യത്ത് ജനാധിപത്യം പുലരണം, ഭരണഘടന ഇതേ രൂപത്തിൽ തന്നെ നിലനിൽക്കണം, മതനിരപേക്ഷതയും ഫെഡറലിസവും കാത്തു സംരക്ഷിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഞങ്ങൾ അണിനിരന്നിരിക്കുന്നു. അത് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും.